ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപ്പുമാവിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. കുറച്ച് കടുക്, ചെറുതായി അരിഞ്ഞ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഗ്രീൻ പീസ് വേവിച്ചത്, കുറച്ച് കരിവേപ്പ്, കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് കുറച്ച് കോക്കനട്ട് ഓയിലും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള റവ ഇടുക. എന്നിട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കുക. വറുത്ത റവ കൊണ്ടുണ്ടാക്കിയാൽ ഉപ്പുമാവിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. റവ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാവുന്നതാണ്. ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അത് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഒന്ന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ് എന്നിവ ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇവയെല്ലാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് ഒന്നും കൂടെ നന്നായി വഴറ്റുക. ക്യാരറ്റ് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റണം. മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായി വഴറ്റുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിക്കാം. 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ച റവ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് വീണ്ടും ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നും കൂടെ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉപ്പുമാവ് റെഡി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.